റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ധന്യമാക്കിക്കൊണ്ട് ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാസിൽ എവിടുന്നാണ്? ഉറങ്ങ്. ഫാസിൽ എന്ത് ചെയ്യുന്നു? എന്താ ഫാസിലെ പണി കുറവാ? ഇത് പണിക്ക് പോക്കുണ്ടാ? പോണ്ടല്ലേ? ആ, എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോണ്ടല്ലേ? ചോദ്യം ചോദിക്കട്ടെ? എളുപ്പമുള്ളതല്ലാതെ ചോദിക്കോ? ഒക്കെ എളുപ്പമുള്ള ചോദ്യാ. ഉത്തരം എളുപ്പം പറഞ്ഞാ മതി ട്ടോ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ തകർന്ന കൊട്ടാരം ഏതായിരുന്നു? അതെ, തകർന്ന കൊട്ടാരം ഏതായിരുന്നു? ഓപ്ഷൻ ഒന്ന് കിസ്ര. കിസ്ര. ആ. രണ്ട് സർവ. ആ. മൂന്ന് സാവ. ആ, ഏതാണ്? സർവ. സർവേണോ? സർവ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഉത്തരം തെറ്റാണ്. കിസ്റയാണ് ശരിയായ ഉത്തരം കേട്ടോ. കിസ്റ. ആ, ശരി. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് ഹാദി. എവിടുന്നാണ്? കുറ്റിപ്പുറം. ഹാദി എന്ത് ചെയ്യുന്നു? 4ാം ക്ലാസ്സിലാണോ? പരീക്ഷ കഴിഞ്ഞോ? പരീക്ഷ കഴിഞ്ഞോ? എങ്ങനെ, നന്നായി പഠിക്കുന്നുണ്ടോ? പാട്ട് പാടാറുണ്ടോ? എന്നാ ഒരു പാട്ട് പാടുവോ? ഇപ്പൊ പാടൂലേ? പാട്ടറിയില്ലേ? പാടലില്ല അല്ലേ? ഞാൻ ചോദിക്കട്ടെ എന്നാ? ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വായിഫ് യാത്ര നുബുവത്തിന്റെ എത്രാം വർഷമാണ്? 10ാം വർഷം. എന്താ പത്ര പെട്ടെന്ന് ഉത്തരം പറഞ്ഞു? ഇനി ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ല. ഹലോ, 10ാം വർഷം. 10ാം വർഷം ആരാ പറഞ്ഞത്?
ഞാൻ പറഞ്ഞ അതെങ്ങനെ മനസ്സിലായി? മദ്രസയിൽ എത്രാം ക്ലാസ്സിലാ? മദ്രസയിൽ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ. ആ, ഏത് മദ്രസയിലാണ്? കുറ്റിപ്പുറം. ആ, കുറ്റിപ്പുറം. മദ്രസയുടെ പേരെന്താ? എന്താണ് മദ്രസയുടെ പേര്? ഹലോ, ഹിദായ. ഹിദായത്താ? ആ. ഹിദായത്ത് മദ്രസയിലാണോ പഠിക്കണത്? ഏ? ഹിദായത്ത് മദ്രസയിലാണോ പഠിക്കണത്? ആ. എന്തായാലും നിങ്ങൾ പറഞ്ഞത് 10 എന്നാണ്. ഞാൻ ഓപ്ഷൻ തരാതെ നിങ്ങൾ 10 എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാതെ പറയണം കേട്ടോ. ആ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10 എന്ന ഉത്തരം ശരിയാണ് കേട്ടോ. 4ാം ക്ലാസ്സിലെ താരിഖിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ആ, മിടുക്കൻ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് പോയത് ആരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്? ഓപ്ഷൻസ്: 1 സക്കീഫ് ഗോത്രക്കാരെ, 2 ഹബശ് ഗോത്രക്കാരെ, 3 സൗമൂൻ ഗോത്രക്കാരെ. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? 2 ഹബശ് ഗോത്രക്കാരെ. ഉറപ്പിക്കാം? സംശയമില്ല? നബി ത്വായിഫിലേക്ക് പോയതാണ് കേട്ടോ. ത്വായിഫിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. ഒന്നാണോ? ഓപ്ഷൻ 3. 1. ഓപ്ഷൻ 1 പറഞ്ഞിട്ടുള്ളത് അല്ലേ? 2 പറഞ്ഞു, 3ലേക്ക് പോയി, 3ൽ നിന്ന് 1ലേക്ക് വന്നു. ശരിയാണോ നോക്കാം അല്ലേ? ശരിയാവോ? അറിയില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 2 ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ? എളുപ്പമുള്ള ചോദ്യം തരിക. ഈസിയായ ചോദ്യം, പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാവുന്ന ചോദ്യം മാത്രം. ചോദിക്കട്ടെ? മാരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ രാജ്യം എവിടെയാണ്? മാരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ രാജ്യം. 1 ഈജിപ്ത്, 2 മൊറോക്കോ, 3 ഇന്ത്യ. ഇന്ത്യയാണോ? ഇന്ത്യ. മാരിയത്തുൽ കിബിത്തിയ എവിടെയാണ് ജനിച്ചത്? മാരിയത്തുൽ കിബിത്തിയയുടെ രാജ്യം. മാരിയത്തുൽ കിബിത്തിയയുടെ രാജ്യം എവിടെയാണ്? 1 ഈജിപ്താണ്, 2 മൊറോക്കോയാണ്, 3 ഇന്ത്യയാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻസ്: 1 ഈജിപ്ത്, 2 മൊറോക്കോ, 3 ഇന്ത്യ. ഈജിപ്ത്.
ഈജിപ്ത് എന്ന ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണെന്ന് നോക്കുക അല്ലേ? ആ. ഈ ഉത്തരം ശരിയായാൽ എന്താ ഉണ്ടാവുക? സമ്മാനം കിട്ടും. സമ്മാനം കിട്ടും. ശരിയായില്ലെങ്കിൽ സമ്മാനം പോകുമല്ലേ? ശരിയാ? ശരിയാണെന്ന് നോക്കി നോക്കുക അല്ലേ? ആ. ശരിയാവോ? അറിയില്ല. എന്നാലും ഒരു ആത്മവിശ്വാസം ഉണ്ടോ ശരിയാകുമെന്ന്? ഇല്ല. ഇല്ല. തെറ്റാവും തോന്നുന്നുണ്ട് അല്ലേ? തെറ്റാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആ. എന്താ ചെയ്യലേ? നോക്കി നോക്കുക അല്ലേ? ആ. നിങ്ങൾ പറഞ്ഞത് ഈജിപ്ത് എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ഹലോ ഹലോ ഹലോ. സന്തോഷം കൊണ്ട് കരയാണോ ചിരിക്കുകയാണോ? ഏ? സന്തോഷം കൊണ്ട് കരയാണോ ചിരിക്കുകയാണോ? ഏ ശരിക്കാ. ചിരിക്കുകയാണോ? ചിരിണ്ട് വരുന്നില്ലല്ലോ. ചിരി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ശരിക്കാ. ചിരിക്കുകയാണ് അല്ലേ? ഇൻഷാല്ലാ സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ഏ? സമ്മാനം നേടിയിട്ടുണ്ട്. ആ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അറിയാം. ജസാ മറിയം എവിടുന്നാണ്? വട്ടംകുളം. വട്ടംകുളം. ഷെസ എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാണ്? 5. 5ാം ക്ലാസ്സിലാണ്. എവിടെയാണ് പഠിക്കുന്നത്? അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ്. അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ് അല്ലേ? നന്നായി പഠിക്കുന്നുണ്ടോ? അവിടെ ആരൊക്കെ ഉള്ളത് വീട്ടില്? ഉമ്മണ്ട്, ഉമ്മണ്ട്, പപ്പണ്ട്, ഉണ്ണിണ്ട്. എല്ലാരും അടുത്ത് വിളിച്ച് നിർത്തിക്കോളൂ കേട്ടോ. ആ. എന്നിട്ട് ഈ ചോദ്യം അവരോട് ചോദിക്കണം. എന്നിട്ട് ഉത്തരം പറയണം കേട്ടോ. ആ. സമയം കൂടുതൽ എടുക്കരുതേ. ഉം. ചോദിക്കട്ടെ? ആ. اليوم نختم على أفواههم وتكلمنا أيديهم. ഇത് ഏത് സൂറത്തിലുള്ളതാണ്? യാസീൻ. അയ്വാ. യാസീൻ ഓതാറുണ്ടോ? ആ. എന്നാ അതിന്റെ അടുത്ത ആയത്ത് ഓതിക്ക്. ولو نشاء لتمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. അടുത്ത ആയത്ത്. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. إني إذا لفي ضلال مبين. ഒന്നുകൂടി പറയോ? إني إذا لفي ضلال مبين. ബാക്കി ഓതു. واقيا. ബാക്കി ويقولون متى هذا الوعد إن كنتم صادقين. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഉ എന്നല്ലേ? കേൾക്കാനില്ല. ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. അതിന്റെ ബാക്കി ഏതാ? إني آمنت به فاستسمعون. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഉ അല്ലേ? ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. അതിന്റെ ബാക്കി إذا التي ويقولون متى هذا الوعد إن كنتم صادقين. എന്തായാലും നന്നായി പഠിക്കുന്നുണ്ട് അല്ലേ? ഹലോ. ഹലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യം അല്യോമ അക്കുമത്തലക്കും അല്യോമ എന്താ ഞാൻ ചോദിച്ചത്? ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു?
അൽയൗമ നഖ്തിമു അൽയൗമ നഖ്തിമു അലാ അഫ്വാഇഹിം ല്ലേ? ഏത് സൂറത്തിലാന്ന് പറഞ്ഞത്? ഇത് ഏത് സൂറത്തിലാന്നാ പറഞ്ഞേ? സൂറത്ത് യാസീൻ എന്ന ഉത്തരം ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. ഇത് ഏത് സൂറത്തിലാണ്? സൂറത്ത് തൗബ. കാണാതറിയോ? ഈ ആയത്ത് അറിയോ? ഇമ്മമ്മ പറഞ്ഞല്ലേ? ഇമ്മമ്മ നല്ലോണം ഓതുന്ന ആളായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ. ആ ഉത്തരവും ശരിയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം ഉണ്ട്. അതിന് ഉത്തരം പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എവിടെയാണ്? മദീന. മദീന എന്ന ഉത്തരവും ശരിയാണ്. മൂന്നെണ്ണത്തിനും ഓപ്ഷൻ ഇല്ലാതെ ഉത്തരം പറഞ്ഞു. നല്ല കുട്ടിട്ടോ. നന്നായി പഠിക്കണം. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഉമ്മമാടും ഉമ്മാടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയൂലേ? എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലീഗ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അബ്ദുൽ ഹമീദ്. അബ്ദുൽ ഹമീദ് എവിടുന്നാ? കുറ്റിപ്പുറം. ആ, ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യ പ്രബോധനം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ വേണം? ഉണ്ട്. AD 612, AD 613, AD 614. ഇതിലേതാണ് ശരിയായ ഉത്തരം? 613. 613 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്തൽ പഠിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? അതെ, നീന്തൽ പഠിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? ഓപ്ഷൻ വേണോ? എന്തിനാ ഇപ്പൊ ഓപ്ഷൻ? വേണല്ലേ? 5, 6, 7. 6 എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഉറപ്പിക്കാം അല്ലേ? 6 എന്ന ഉത്തരവും ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. അണവീറൂഹുല്ലമീൻ തൻമോളിയായി അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ. ഇത് ആരുടെ വരികളാണ്? ബാപ്പു വെളിപ്പറമ്പ്, OM കരുവാരക്കുണ്ട്, മോയിൻകുട്ടി വൈദ്യർ. രണ്ടാമത്തേതാരാണ്? OM കരുവാരക്കുണ്ട്. OM കരുവാരക്കുണ്ട്. ഉറപ്പിക്കാം? ഉറപ്പിച്ചു. നോക്കല്ലേ? OM കരുവാരക്കുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്.
ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം മോയിൻകുട്ടി വൈദ്യരാണ് കേട്ടോ. മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ കുബറയിലുള്ളതാണത്. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലീഗ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സർഫിയ. എവിടുന്നാണ്? ഹലോ, പൊന്നാനി. ചോദ്യത്തിലേക്ക് കടക്കാം. ആയിഷ ബീവിയെ മറവ് ചെയ്ത സമയം എപ്പോഴാണ്? ആയിഷ ബീവിയെ മറവ് ചെയ്യപ്പെട്ട സമയം എപ്പോഴാണ്? ഓപ്ഷൻ വേണോ? ഉച്ചയ്ക്ക്, രാത്രി, രാവിലെ? രാത്രി. രാത്രിയാണ് മറവ് ചെയ്യപ്പെട്ടത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഉമ്മു സലമയുടെ പിതാവിന്റെ പേരെന്താണ്? ഉമ്മു സലമയുടെ പിതാവിന്റെ പേരെന്താണ്? ഓപ്ഷൻ അബു ഉമയ്യ്, അബു അബ്ദുള്ള, അബ്ദുർ റസാഖ്. അബു ഉമയ്യ്. അബു ഉമയ്യാണോ? അബു ഉമയ്യ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഉത്തരവും ശരിയാണ്. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ. ഉമ്മു ഹബീബയുടെ യഥാർത്ഥ നാമം എന്താണ്? ഉമ്മു ഹബീബയുടെ യഥാർത്ഥ നാമം എന്താണ്? ഓപ്ഷൻ 1 ഹഫ്സ, 2 റംല, 3 മൈമൂന. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഹഫ്സയാണോ, റംലയാണോ, മൈമൂനയാണോ? ഹഫ്സ. സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഹഫ്സയാണോ? മൈമൂന. ഏതാ ഉറപ്പിക്കേണ്ടത്? ഹഫ്സ, റംല, മൈമൂന. ഏതാണ് ഇതിൽ ഉറപ്പിക്കേണ്ടത്? മൈമൂന ഉറപ്പിക്കുക അല്ലേ? മൈമൂന എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം റംലയാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലീഗ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആസിയ, പടിഞ്ഞാറങ്ങാടി. എന്തൊക്കെയാ റമദാൻ വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. ചൂടുണ്ട് അല്ലേ? ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂന്നാമത്തെ മകൾ ആരാണ്? മകൾ മൂന്നാമത്തെ മകൾ. നബിയുടെ മൂന്നാമത്തെ മകൾ ആരാണ്? ഓപ്ഷൻ വേണോ? ഉമ്മു കുൽസു, ഫാത്തിമ, റുക്കിയ. ഉമ്മു കുൽസു, ഫാത്തിമ, റുക്കിയ. ഉമ്മു കുൽസു. ഉമ്മു കുൽസു എന്ന ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബായിൽ എത്തിച്ചേർന്നത് എന്നാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബായിൽ എത്തിച്ചേർന്നത് എന്നാണ്? ഓപ്ഷൻ 1 റബീഉൽ അവ്വൽ 12, 2 സഫർ 12, 3 മുഹറം 12. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 1 റബീഉൽ അവ്വൽ 12, 2 സഫർ 12, 3 മുഹറം 12. മുഹറം 12. മുഹറം 12 ഉറപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം മുഹറം 12 എന്നാണ്. മുഹറം 12 എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം റബീഉൽ അവ്വൽ 12 ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലീഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഒന്ന് ഒച്ചത്തിൽ പറയോ, കേൾക്കുന്നില്ല. സൈനബ എവിടുന്നാണ്? പൊന്നാനി. ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയുടെ പേരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയുടെ പേരെന്താണ്? ഓപ്ഷൻ വേണോ? മസ്ജിദുൽ അഖ്സ, മസ്ജിദുൻ നബവി, മസ്ജിദുൽ ഹറാം. മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം. മസ്ജിദുൻ നബവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മസ്ജിദുൻ നബവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ വേണോ? മക്ക, മദീന, ത്വായിഫ്. മക്ക, മദീന, ത്വായിഫ്. മദീന. മദീന എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദൽ കുഫാരി റഹ്മാഹു ബൈനഹും. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഓപ്ഷൻ 1 സൂറത്തുൽ ഫത്ഹ്, 2 സൂറത്തുൽ വാഖിയ, 3 സൂറത്തു സജദ. സൂറത്തു സജദ. സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. സൂറത്തു സജദയാണോ? ഉറപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം സൂറത്തു സജദ എന്നാണ്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സൂറത്തുൽ ഫത്ഹ് ആണ് കേട്ടോ. സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്താണ്. ശരി, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലീഗസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും
ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.